പെട്ടെന്ന് നമ്മുടെ കർത്താവ് ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് മുൾക്കിരീടം ധരിച്ച് അവളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ആയിരത്തി 1923 ദുഃഖവെള്ളിയാഴ്ച, സമയം ഏതാണ്ട് 3 മണി. എലേന അയല്ലോ തൻ്റെ കിടക്കയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ അവളുടെ ഇടതുതോളിൽ അനുഭവപ്പെട്ട ഒരു ശക്തമായ വേദന നിലവിളിയിലാണ് എത്തിച്ചേർന്നത്. പെട്ടെന്ന് നമ്മുടെ കർത്താവ് ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് മുൾക്കിരീടം ധരിച്ച് അവളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എലേനയുടെ സമ്മതത്തോടെ തൻ്റെ ശിരസിലിരുന്ന മുൾമുടി എലേനയുടെ ശിരസിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. രക്തത്തിൽ കുളിച്ച എലേനയെ കണ്ട് വേലക്കാരിയായ റൊസാരിയ പരിഭ്രാന്തയായി. അവൾ ബന്ധുക്കളെയെല്ലാം വിളിച്ചുകൂട്ടി. രക്തത്തിൽ കുളിച്ചിരിക്കുന്നുവെങ്കിലും ജീവനുണ്ടെന്ന് കണ്ട് അവർ ഡോക്ടർമാരും പുരോഹിതന്മാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ അവളുടെ ആ രക്തസ്രാവം നിർത്തുന്നതിനായിട്ട് 3 മണിക്കൂർ സമയത്തേക്ക് ആ ഡോക്ടർമാർക്കൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ലോകപാപങ്ങൾക്ക് വേണ്ടി വേദനകൾ സഹിക്കണമെന്ന് ഈശോ ആ സമയം എലേനയോട് ആവശ്യപ്പെട്ടു. അവൾ അതിനായിട്ടുള്ള ഒരു ഉപകരണമായിരിക്കുമെന്നും ഈശോ അവളോട് പറഞ്ഞു. അവളുടെ ജനനം 1895 ഏപ്രിൽ 10. ഇറ്റലിയിലെ കൊസൻസ നഗരവാസികളായ മാതാപിതാക്കളുടെ 8 മക്കളിൽ 3ാമത്തവൾ. 1985 ഏപ്രിൽ 15 വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ദേവാലയത്തിൽ വെച്ച് ഫാദർ ഫ്രാൻസിസ്കോ ബെനിൽ കാസയിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. എലേന വളരെ ഭക്തയായിട്ട് തന്നെ വളർന്നു. അവൾ ദിവസവും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അക്കാലത്ത് സാധാരണയായി 12 വയസ്സിനും 14 വയസ്സിനും ഇടയിലായിരുന്നു കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം. എന്നാൽ എലേന 9ാം വയസ്സിൽ ഈശോയെ സ്വീകരിച്ചു. അന്ന് മുതൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ഒരു വിളി കൂടി എലേനയ്ക്ക് ലഭിച്ചു. പ്രഥമ ദീപികാരുണ്യ സ്വീകരണത്തിന് ശേഷം എലേനയും സുഹൃത്തുക്കളും പശ്ചാത്താപത്തിൻ്റെ അടയാളമായിട്ടുള്ള ഒരു ബെൽറ്റ് സ്വീകരിക്കുന്നതിനുള്ള അനുവാദം തേടി. അവർ അത് ധരിക്കാൻ പോകുന്ന വഴിയിൽ എലേനയ്ക്കൊരു അപകടത്തിൽപ്പെട്ട് 2 പല്ലുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ അവളത് തുവാലയിൽ പൊതിഞ്ഞ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വേദന വകവയ്ക്കാതെ അവൾ ആ ബെൽറ്റ് സ്വീകരിക്കുന്നതിനായിട്ട് മുന്നോട്ട് നീങ്ങി. ഏതൊരു വേദനയും അവൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് സഹിച്ചത്. ഒരിക്കലാകട്ടെ 14 മാസത്തോളം നീണ്ടുനിന്ന ഒരു ചുമ അവളെ വല്ലാതെ അലട്ടി. ശബ്ദിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. അവസാനം വിശുദ്ധ മഡോണയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രാത്രിയിലൊരു ദർശനത്തിൽ വിശുദ്ധ മഡോണ എലേന അയലോട് അടുത്തു വന്ന് നിനക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകി. അതങ്ങനെ തന്നെ നിറവേറി. 1ാം ലോകമഹായുദ്ധം യൂറോപ്പിൽ കൊടുമ്പിരി കൊള്ളുന്ന കാലം. എലേന അഭയാർത്ഥികളെ സഹായിച്ചു. എല്ലാം ഈശോയെ പ്രതി മാത്രം. പകർച്ചവ്യാധി പിടിപെടാനുള്ള സാധ്യതകളെക്കുറിച്ചോ അവൾ ഒട്ടും തന്നെ ആശങ്കപ്പെട്ടില്ല. ഒരിക്കൽ അലൻസാൻഡ്രോ എന്നൊരു വ്യക്തിയെ എലേന കണ്ടുമുട്ടാനിടയായി. കൂദാശകൾ സ്വീകരിക്കുന്നതിൽ അയാൾ ഏറെ വൈമനസ്യം പ്രകടിപ്പിച്ചു. അയാളെ കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി എലേന അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അക്കാര്യത്തിൽ അവൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാലും അവൾ പിന്തിരിഞ്ഞില്ല. വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അയാൾക്ക് ദേഷ്യം കൂടിയിട്ട് ഒരു കുപ്പി എടുത്തിട്ട് എലേനയുടെ നേരെ ആഞ്ഞെറിഞ്ഞു. അത് എലേന അയലോടെ കഴുത്തിൽ തട്ടി കഴുത്ത് മുറിഞ്ഞ് രക്തം ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ എലേന ക്രൂശിതനായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ ആത്മാവ് അപകടത്തിലാണെന്നും ഒരു പുരോഹിതൻ എൻ്റെ അടുത്ത് വരാതെ ഞാൻ മുറിവിട്ട് പോകുകയല്ലെന്നോ അവനോട് പറഞ്ഞു. അപ്പോഴാകട്ടെ നമ്മുടെ അലസാൻഡ്രോ വികാരാധീതനായി അവളോട് ഇപ്രകാരം പറഞ്ഞു: തന്നെ പരിചരിക്കുന്നത് തുടർന്നാൽ ഞാൻ കൂദാശകൾ സ്വീകരിക്കാം. ഇത് കേട്ട എലേന ഈശോയെ സ്തുതിച്ചു.
ക്രൂശിതനായ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു അവൾ. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം എലേന പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റേഴ്സ് ഓഫ് ദി മോസ്റ്റ് പ്രഷ്യസ് ബ്ലഡ് എന്ന കോൺവെൻറ്റിൽ ചേർന്നു. അവിടെ ചേർന്നതിന് ശേഷം അതികഠിനമായ ക്യാൻസർ ബാധിതയായി അവൾ തീർന്നു. ആ വേദനകളെല്ലാം ഈശോയുടെ പീഡാനുഭവത്തോട് അവൾ ചേർത്ത് വെച്ചു. അതേസമയം വിശുദ്ധ റീത്തയുടെ മധ്യസ്ഥവും അവൾ തേടി. റീത്തയിലൂടെ എലേനയ്ക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തിയാണ് വാഴ്ത്തപ്പെട്ട റീത്തയെ വിശുദ്ധ പദവിയിലേക്ക് നയിച്ചത്. ഒരിക്കലും തൻ്റെ തോളിൽ അനുഭവപ്പെട്ടിരുന്ന വേദന മാറില്ലെന്ന് വിശുദ്ധ റീത്തയാൽ എലേന മനസ്സിലാക്കി. 1921 ഒരു രാത്രി പതിവ് പോലെ ഉറങ്ങാൻ കിടന്ന എലേനയ്ക്ക് രാവിലെ ഉണർന്നപ്പോൾ തൻ്റെ തോൾ ഒഴികെയുള്ള ബാക്കി ശരീരം മുഴുവൻ സുഖപ്പെട്ടതായിട്ട് അനുഭവപ്പെട്ടു. ഒരിക്കൽ മരക്കുരിശ് പിടിച്ച് മരിയൻ പ്രതിമയിലേക്ക് നോക്കി നിന്ന് അനസ്തേഷ്യയില്ലാതെ അവൾക്ക് ശസ്ത്രക്രിയ പോലും നടന്നിട്ടുണ്ട്. 2ാം ലോകമഹായുദ്ധ കാലത്ത് അഡോൾഫ് ഹിറ്റ്ലറുമായി കൂട്ടുചേരരുതെന്ന് മുസോളിനിക്ക് ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് എലേനയോട് ഈശോ ആവശ്യപ്പെട്ടു. കാരണം അങ്ങനെയൊരു സംഭവം ഇറ്റാലിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം നാശകരമായിരിക്കുമെന്ന്. ഈ സന്ദേശം കത്തിൻ്റെ രൂപത്തിൽ പല പ്രാവശ്യം എലേന മുസോളിനിക്ക് അയച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കത്ത് മുസോളിനി അവഗണിക്കുകയാണ് ഉണ്ടായത്. 38 വർഷക്കാലം എലേന എയല്ലോ എല്ലാ ദുഃഖവെള്ളിയാഴ്ചകളിലും ഈശോയുടെ പീഡാസഹനം അനുഭവിച്ചു. 1961 ജൂൺ 16 അന്ന് പുലർച്ചെ 6:19 റോമിൽ വെച്ച് വാഴ്ത്തപ്പെട്ട എലേന അയല്ലോ അന്ത്യകൂദാശകൾ സ്വീകരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ മാർഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വെളിച്ചമായി ഭവിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.